വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മനസ്സിലുണ്ടോ. സാഹോദര്യത്തിന്റെ നേർക്കാഴ്ചയൊരുക്കി ക്ഷേത്രവളപ്പിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ച് ജനകീയ ആഘോഷ കമ്മിറ്റി. ക്ഷേത്രവളപ്പിലായിരുന്നു താലപ്പൊലി മഹോത്സവവും റംസാനും ഒരുമിച്ച് ആഘോഷിച്ചത്. ജനകീയ ആഘോഷ കമ്മിറ്റിയാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്ര സ്വാമി ക്ഷേത്ര ജനകീയ പൂര കമ്മിറ്റിയാണ് മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ച ഒരുക്കിയത്. 130 വർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. 3 ദിവസങ്ങളിലായാണ് ജനകീയ ഉത്സവം നടക്കുന്നത്. മീനമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് എല്ലാ വർഷവും ഉത്സവം നടക്കാറുള്ളത്. എന്നാൽ ഇതാദ്യമായാണ് താലപ്പൊലി മഹോത്സവവും റമളാനും ഒരുമിച്ച് വരുന്നത്. ഇതോടെയാണ് മുസ്ലിം വിഭാഗങ്ങളെ കൂടി ആഘോഷത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ജനകീയ കമ്മിറ്റി നോമ്പുതുറ സംഘടിപ്പിച്ചത്. 130 വർഷം പഴക്കമുള്ള പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. സാധാരണഗതിയിൽ നോമ്പിൻ്റെ സമയത്ത് ഈ ഉത്സവം വരാറില്ല. നാള് നോക്കിയിട്ടാണ്, അതായത് മീനമാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. പക്ഷേ ഇത്തവണ നോമ്പും ഉത്സവവും ഒരുമിച്ച് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് വേണ്ട രീതിയിൽ ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ നാടിൻ്റെ മക്കളെന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് ക്ഷേത്ര ഉത്സവവും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് തന്നെ നോമ്പുതുറയും നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുള്ളത് ഈ പൂരാഘോഷ ജനകീയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത്, ട്രഷറർ നമ്മുടെ പ്രേംജിത്ത്, സെക്രട്ടറി മാനു തുടങ്ങിയ ആളുകളാണ്. ഈ നാടിൻ്റെ ഒരു ആവശ്യം, ഒരു ദേശീയ ഉത്സവം എന്ന രീതിയിൽ കഴിഞ്ഞ 130 വർഷമായി നടത്തി വരുന്ന ഈ ഉത്സവം, അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ദേശീയ ഉത്സവമായി, നാടിൻ്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷ സുദിനത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ക്ഷേത്രാങ്കണത്തിൽ തന്നെ നോമ്പുതുറയും ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത്. 500-ലധികം പേർ നോമ്പുതുറയുടെ ഭാഗമായി.